ഒരു നാട്ടിലെ ഒരു പെയിന്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ വർക്കും ഒരുപാട് ദിവസങ്ങളും മാസങ്ങളും ഒക്കെ എടുത്തിട്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്തിരുന്നത്. അത്രക്ക് പെർഫെക്ഷനോടെയാണ് അയാൾ ചെയ്യുക. ആൻഡ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അയാൾ ഒരു നല്ല വർക്ക് ചെയ്തിട്ട് അതിനിങ്ങനെ അഡ്മയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പെയിന്റിംഗ് ബ്രഷിൽ നിന്നും ഒരു ബ്ലാക്ക് ഇങ്കിന്റെ ഡ്രോപ്പ് ഈ ഒരു ക്യാൻവാസിലോട്ട് വീഴുന്നുണ്ട്. അദ്ദേഹം പെട്ടെന്ന് ഭയങ്കര പാനിക്കായിട്ട് അത് വൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ആ ഒരു ഏരിയ മൊത്തം സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇയാൾ തന്റെ പെയിന്റിംഗ് ബ്രഷ് ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ആൻഡ് അന്നത്തെ ദിവസം മുതൽ അദ്ദേഹം പെയിന്റിങ് സ്റ്റോപ്പ് ചെയ്യാണ്. ഇയാൾ എന്നും രാവിലെ എണീറ്റ് വന്നിട്ട് ഈ ഒരു ക്യാൻവാസിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് ആ ഒരു ഡാർക്ക് സ്പോട്ടിനെ ഇങ്ങനെ നോക്കിയിട്ട് കുറെ നേരം ഇരിക്കും. ആൻഡ് ഇയാൾ വീണ്ടും തിരിച്ചു പോകും. നമ്മുടെയൊക്കെ ലൈഫിലും നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് വരുത്താറുണ്ട്. നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ കേൾക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇതൊന്നും കാണാതെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ റോങ് ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു ഡാർക്ക് സ്പോട്ടിൽ തന്നെ നോക്കിയിരുന്നത് നമ്മുടെ റിയാലിറ്റി ആക്കിയിട്ട് മാറ്റും. എല്ലാവരുടെ ലൈഫും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ഒന്നുമല്ല. എല്ലാവരുടെ ലൈഫിലും ഇത്തരത്തിലുള്ള ഓരോ കുത്തും പുള്ളിയൊക്കെ ഉണ്ടാവും. എന്നാൽ നമ്മൾ ആ ഡാർക്ക് സ്പോട്ടിനെ തന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മിസ്സാവുന്നത് തൊട്ടപ്പുറത്തുള്ള ഒരു മാസ്റ്റർ പീസ് ആയിരിക്കും.